friends, welcome to I Choose Kitchen. ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള പ്ലം കേക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ നട്ട്സ് ഒക്കെ ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ നോൺ ആൽക്കഹോളിക് ആയിട്ട് ചെയ്യണ കാരണം റമ്മിൽ വൈനിലൊന്നല്ല നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഞാനിപ്പോൾ ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഈ ഓറഞ്ച് ജ്യൂസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുസംബി ജ്യൂസ് അല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസ് എടുക്കാം. അപ്പോൾ സോക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ആൽമണ്ട്സ് തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ യെല്ലോ റൈസിൻസും ബ്ലാക്ക് റൈസിൻസും എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ നമുക്ക് ബ്ലാക്ക് റൈസിൻസാണ് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ബ്ലാക്ക് റൈസിൻസ് മാത്രം ഇട്ടിട്ടും ഈ പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ നട്ട്സ് ഒക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 കേക്കിലേക്കുള്ള എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ നട്ട്സ് എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ 2 കേക്കിലേക്കുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ നട്ട്സ് എടുത്തത് കാരണം ഞാനിപ്പോൾ 1 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കേക്കിലേക്കാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്താൽ മതിയാവും. ഓറഞ്ച് ജ്യൂസ് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് സോക്ക് ചെയ്യാനായിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കാം. അതിനേക്കാൾ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 1 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ പ്ലം കേക്കിലേക്ക് നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഇളക്കിയിട്ട് കാരമലൈസ് ചെയ്തെടുക്കാം. ഷുഗർ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രം അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള പാത്രം എടുത്താൽ മതി. ആദ്യം നമുക്ക് മീഡിയം ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് നമുക്കിത് കാരമലൈസ് ചെയ്തെടുക്കാം. നല്ലൊരു ബ്രൗൺ നിറം വരുന്നത് വരെ നമുക്ക് കാരമലൈസ് ചെയ്യാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. നല്ലൊരു ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് നീങ്ങി നിന്നിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ തെറിക്കാൻ സാധ്യത ഉണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഷുഗർ കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ട് പോകണം. അതിന് ശേഷം മാത്രമേ നമുക്ക് കേക്കിൻ്റെ ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചൂട് പോകാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പ്ലം കേക്കിലേക്ക് പ്രധാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ട 2 സാധനമാണ് കറുകപ്പട്ടയുടെ പൊടിയും ജാതിക്കട പൊടിയും. അപ്പോൾ 1/4 ടീസ്പൂൺ കറുകപ്പട്ടയുടെ പൊടിയും 1/2 ടീസ്പൂൺ ജാതിക്ക പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ 2 പൊടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ പ്ലം കേക്കിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ ഇല്ല അത് കിട്ടണത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. മിനിമം 2 പ്രാവശ്യമെങ്കിലും നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മുടെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ നട്ട്സും ഇപ്പോൾ 1 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഓറഞ്ച് ജ്യൂസിൽ നിന്ന് ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഓറഞ്ച് ജ്യൂസും നമുക്ക് മാറ്റി വെക്കാം. ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സിലേക്കും നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇങ്ങനെ ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ നട്ട്സ് ഇട്ട് കൊടുക്കുമ്പോൾ നേരെ താഴത്തോട്ട് അത് താഴ്ന്നു പോകും. അപ്പോൾ അങ്ങനെ താഴ്ന്നു പോവാതെ അവിടെ ഇവിടെ കയറ്റി കെടുക്കാൻ വേണ്ടിയിട്ട് പൊന്തി കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിടാം. ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്താലും മതി. ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയും പഞ്ചസാര പൊടിച്ചത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്താൽ പിന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യേണ്ട, സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഏത് സൈഡിലേക്കാണോ ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യണത് ആ സൈഡിലേക്ക് മാത്രം ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. കുത്തി കലക്കണ്ട, ഒരു സൈഡിലേക്ക് മാത്രം ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒറ്റയടിക്കിട്ടിട്ട് മിക്സ് ചെയ്യേണ്ട. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ, അതൊന്ന് ചുരണ്ടിയത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ചേർത്ത് കൊടുക്കാം. ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വൈറ്റ് കളറുള്ള ഭാഗം വരെ ചുരണ്ടി എടുക്കരുത്. അതിൻ്റെ മുകൾ ഭാഗം മാത്രം ഒന്ന്, ഓറഞ്ചിൻ്റെ മുകൾ ഭാഗമല്ലേ, ആ ഒരു ഭാഗം മാത്രം ഒന്ന് ചുരണ്ടി എടുത്താൽ മതി. വൈറ്റ് കളർ ഭാഗം ചുരണ്ടി എടുക്കരുത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ കാരമലൈസ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഷുഗർ കാരമലൈസ് ചെയ്തത് ചൂടോട് കൂടിയിട്ട് ഒരിക്കലും ബാറ്ററിയിലേക്ക് ചേർത്ത് കൊടുക്കരുത്. ചൂട് ഫുള്ളായി പോയതിന് ശേഷം മാത്രം ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കേക്ക് ടീനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടറൊക്കെ പുരട്ടിയിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ബട്ടർ പുരട്ടി കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ പുരട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ഇട്ടിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. മുകളിൽ ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തതിന് ശേഷം പിന്നെ ടാപ്പ് ചെയ്യരുത്.
ഇനി ഇത് നമ്മൾ ഓവനില്ലാതെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ സോസ് പാനിലാണ് ബേക്ക് ചെയ്യണത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഞാനൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ സോസ് പാനിൻ്റെ ഉള്ളിൽ ഒരു റിങ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു വെയിറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ വെച്ചിട്ട് കുത്തി നോക്കാം. നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കേക്കിൻ്റെ ചൂടൊക്കെ പോയപ്പോൾ ഞാൻ അതിലത്തെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലം കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.